ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചിക്കൻ്റെ വെരി സ്പെഷ്യൽ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മളെ കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ ടിഫിനിൽ കൊണ്ടുപോകുന്ന കൂടെ സമയത്തൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 250 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് തീരെ എല്ലില്ലാത്ത കുഞ്ഞ് പീസായിട്ട് എടുക്കണം, എല്ല് തീരെ പാടില്ല. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത്, കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതുണ്ടെങ്കിൽ കുട്ടികൾക്ക് കറിയൊന്നും രാവിലെ ടിഫിനിൽ കൊടുക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഇത് മാത്രം കൂട്ടി നല്ല ചൂട് ചോറ് തിന്നാൻ, നമുക്കായാലും ദോശൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരുന്നത്. എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഇതിനാവശ്യമുള്ളത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, വറ്റൽമുളക് എരിവുള്ളതാണ് ഇത്, അത് നമ്മളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ, ഒരു അരമുറി ചെറുനാരങ്ങ, ഇത്രയാണ് ആവശ്യമുള്ളത്. വറ്റൽമുളക് എടുക്കുന്നത് എരിവുള്ളതായതുകൊണ്ട് നിങ്ങൾ എന്ത് ക്വാണ്ടിറ്റിയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു 10 എണ്ണത്തിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് കുറച്ചൊരു എണ്ണയുടെ ആവശ്യമുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾ വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം. ഒരു ചീനിച്ചട്ടിയിൽ ഞാനിപ്പോൾ എണ്ണ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്തിട്ട് ഉള്ളി ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ ആകുമ്പോഴേക്ക് എടുക്കണം. ഒത്തിരി കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ പിന്നെ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഒരു ഗോൾഡനായിട്ട് അങ്ങനെ എടുത്ത് മാറ്റി വെക്കാം. നമുക്കിത് നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിന് ശേഷം ഇതേ എണ്ണയിലാണ് ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. എണ്ണ ഒരുപാടാണല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കണം. ചിക്കൻ വരെ വറുത്തെടുക്കേണ്ടത് ഈ എണ്ണയിലാണ്. അതുകൊണ്ട് ഒന്നും എണ്ണ കൂടുതലാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത്, വെളുത്തുള്ളി ഇതുപോലെ ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ എടുക്കാം. ഞാനിത് കോരിയെടുക്കാൻ വേണ്ടിയാണ് ഈ തവി ഉപയോഗിച്ചത്, അല്ലാതെ മരത്തിൻ്റെ തവി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ കോരിയെടുക്കാൻ എളുപ്പത്തിന് മാത്രം എടുത്തതാണ്. അപ്പോൾ വേണ്ടോ, ഒന്ന് ഗോൾഡൻ ആയ സമയത്ത് നമുക്കിത് കോരിയെടുത്ത് അതും മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്നും ഒത്തിരി ആവേണ്ട ആവശ്യമില്ല. ഒരു 10-12 അല്ലി വെളുത്തുള്ളി മതി. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തത്. കറിവേപ്പിലയും ഇതേപോലെ ക്രിസ്പി ആക്കി എടുക്കണം. ഇതേ എണ്ണയിൽ തന്നെ എല്ലാം ചെയ്യണം. നല്ല ക്രിസ്പി ആക്കി, ഇത് പൊടിഞ്ഞ് വരുന്ന വിധത്തിൽ ക്രിസ്പി ആക്കി എടുക്കണം. കറിവേപ്പിലൊക്കെ ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞാലും കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇച്ചിരി അധികം ഇട്ടിട്ടുണ്ട്. എനിക്ക് കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതും നമുക്ക് കോരി മാറ്റാം. ഇതും കോരി മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഞാൻ പറഞ്ഞല്ലോ, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ക്രിസ്പിയായി വന്നാൽ അതും മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് നമ്മളുടെ ചിക്കനും കൂടി വറുത്തെടുക്കാം. ചിക്കൻ കഴിയുന്നതും ചെറിയ പീസാക്കി എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ വേഗം നമ്മളെ ക്രിസ്പി ആയിട്ട് കിട്ടും. കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഞാൻ മുറിച്ചപ്പം കുറച്ചൊന്ന് വലുതായി പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആവണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കി നിങ്ങൾ മുറിച്ചെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. ചിക്കനിൽ മാരിനേറ്റ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. അങ്ങനെയും വറുത്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല. കണ്ട, ഇതും ഇനി നല്ല ക്രിസ്പി ആകുന്നവരെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആകുന്നവരെ വെക്കണം. പിന്നെ ഞാനിതിൽ ഒരു കാര്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വറുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്ന സമയത്ത് ഇത് കുറച്ച് നമ്മളുടെ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ടായിരുന്നു. ആ മുളക് പൊടി ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ടായിരുന്നു. പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
ഇങ്ങനെ ക്രിസ്പി ആയിട്ട് എടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ആവാത്തതൊക്കെ മറിച്ചിട്ടും തിരിച്ചിട്ടിട്ടൊക്കെ നിങ്ങൾ ക്രിസ്പി ആക്കി എടുക്കുക. പിന്നെ വേണ്ടത് കുറച്ചൊരു പിടി തേങ്ങ, ബാക്കി എണ്ണയിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോവാതെ ഒരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കുക. നമ്മൾ ഈ വറുത്തരച്ച കറിക്കൊക്കെ വേണ്ടി വറുക്കുന്ന പോലെ വറുത്തെടുക്കുക. കണ്ടോ, ഇതിവിടെ ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് കേടുകൂടാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങയ്ക്കകത്തേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു മുറി മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു മുറി തേങ്ങയുടെ ഒരു മുറി ചെറുനാരങ്ങ നീര് തേങ്ങയുടെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതും കൂടി മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിടാം. കണ്ടോ, ഇതുപോലെ പൊടിഞ്ഞ് വരണം. കണ്ടോ, ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചാൽ. ഇനി ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ മാത്രം ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചിക്കൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ചെറിയ ജാറിനകത്ത് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഇതിൽ കൊള്ളുകയാണെങ്കിൽ വലിയ ജാറിൽ തന്നെ ചെയ്യുക. ഞാനിപ്പോൾ ഇനി മുളക്, കറിവേപ്പില, വെളുത്തുള്ളി, നമ്മളുടെ ഉള്ളി, ഗോൾഡൻ ബ്രൗൺ ആയ ഉള്ളി, പിന്നെ തേങ്ങ എല്ലാം ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കൂട്ടത്തിൽ നമുക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോ വിട്ടുപോയതാണ്. തേങ്ങയും ചേർത്തു. നമുക്കിതെല്ലാം ഒന്നിച്ചൊന്ന് അടിച്ചെടുത്ത് വരാം. ഒരുപാട് പൗഡറായി പോകരുത്. നന്നായിട്ടൊരു തരിതരിപ്പുള്ള വിധത്തിൽ ഇതൊന്ന് പൊടിച്ചെടുത്ത് വരാം. കണ്ടോ, ഇതുപോലെ പൊടിച്ചെടുത്ത് വരാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നമുക്ക് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. എന്തായാലും ഒരു ലൈക്ക് തരാൻ മടിക്കരുത്. ഓക്കെ, നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് നാൾ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തുപയോഗിക്കാം. നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുന്ന പോലെ തന്നെ ഇത് ചിക്കനെ കൊണ്ടാണെന്ന് മാത്രം. പിന്നെ ഫിഷ് കൊണ്ടും ഇതുപോലെ ചെയ്യട്ടോ. ഫിഷും ഇതേമാതിരി വറുത്തെടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ.